സ്വപ്നക്കൂടിൽ അവസാനമായി കൊച്ചിയിൽ നിന്നുള്ള ഡിസൈൻ അങ്ങാടി കാഴ്ചകളാണ്. കെട്ടിട നിർമ്മാണ രംഗത്തെ സാമഗ്രികളുടെ വിപുലമായ ശേഖരവുമായി കൊച്ചിയിൽ ഡിസൈൻ അങ്ങാടി പ്രദർശനം നടന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇന്റീരിയർ ഡിസൈനേഴ്സ് എന്നിവർ സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് കെട്ടിട നിർമ്മാണ രംഗത്തെ നൂതന പ്രവണതകളുമായി ഡിസൈൻ അങ്ങാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 100ഓളം കമ്പനികളാണ് പ്രദർശന നഗരിയിൽ തങ്ങളുടെ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നത്. ബാത്റൂം ഫിറ്റിംഗുകൾ, റൂഫുകൾ, സ്വിമ്മിംഗ് പൂൾ സാമഗ്രികൾ, മേൽക്കൂരയ്ക്ക് വേണ്ട ഓടുകൾ, അലുമിനിയം പാനൽ, മോഡുലാർ കിച്ചണുകൾ തുടങ്ങി ഒരു വീട് വയ്ക്കുമ്പോൾ ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ നിരത്താൻ കഴിഞ്ഞുവെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസൈൻ അങ്ങാടി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ തുടങ്ങിയത് 2008 ആ 2008 ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റി വാർത്തെടുക്കുക, അതായിരുന്നു ബേസിക് ഉദ്ദേശം. അതിലിപ്പോൾ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട് ജബീൻ സക്രിയാസും ആർക്കിടെക്ട് എസ് ഗോപകുമാറും അവരുടെ ഒരു ബ്രെയിൻ ചൈൽഡാണ് അത്. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആർക്കിടെക്ട്സ് ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പബ്ലിക്കിന് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ക്ലയൻസിന് പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ള ആ പ്രോഡക്ട്സ് എല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് പബ്ലിക്കിനും ആർക്കിടെക്ട്സിനും എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് കാണാനുള്ളൊരു സൗകര്യം. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ആർക്കിടെക്ട്സ് തന്നെ അവരുടെ ക്ലയൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്ലയൻസിനെ കൊണ്ടുവന്ന് അവർക്ക് ആ പ്രോഡക്ട്സ് എല്ലാം കണ്ടിട്ട് അവിടുന്ന് ഡിസൈഡ് ചെയ്തിട്ട് അവർ ഓക്കെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2008, 2009, 2010 ഇത് 4ാമത്തെ വേർഷനാണ്. ഈ 4ാമത്തെ വേർഷനിലും പല ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 40 പേര് 40 സ്റ്റോൾസുകാർ റെഗുലറായിട്ട് നമ്മളൊപ്പം വരുന്നുണ്ട്. കാരണം അവർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്നതായിട്ടുള്ള പബ്ലിക്, വരുന്ന പബ്ലിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു എലീറ്റ് പബ്ലിക്കാണ്. നല്ല പ്രോഡക്ട്സ് ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന പബ്ലിക്കാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റി. അതാണ് ബേസിക് ഉദ്ദേശം. ആർഭാട ഭവനങ്ങളുടെ പുതിയ മുഖമുദ്രയായ തടിയിൽ തീർത്ത ഫ്ലോറിംഗ് ടൈലുകൾ സാധാരണഗതിയിൽ വെളിച്ചം കടത്തിവിടാത്തതും സ്വിച്ചിട്ടാൽ ഉടൻ വെളിച്ചം കടത്തിവിടുകയും ചെയ്യുന്ന ഗ്ലാസുകൾ തുടങ്ങി ആഡംബരപൂർണ്ണ വസ്തുക്കളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലാനുകൾ ആർക്കിടെക്റ്റുകളെ കാണിച്ച് ചർച്ച നടത്താനും മാർഗനിർദ്ദേശങ്ങൾ തേടാനുമുള്ള സൗകര്യങ്ങൾ മേളയിലുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇന്റീരിയർ പ്രോഡക്ട്സ്, അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് എൻട്രി ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇത്തവണ ബുക്കിങ്ങിൻ്റെ 10-20 പേര് വേറെ പ്രോഡക്ട്സിന് വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്ട്സിൻ്റെ ഇന്റീരിയർ പ്രോഡക്ട്സാണ്. അപ്പോൾ അവിടെ ആ മറ്റേ ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം സകല ടൈപ്പ് പ്രോഡക്ട്സും കയറും. ഈവൻ അപ്ലയൻസസ് കയറും. അതൊക്കെ ഇപ്പോൾ വീട് എന്നൊക്കെ പറഞ്ഞ എക്സിബിഷൻസിലൊക്കെ അപ്ലയൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പബ്ലിക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു എലീറ്റ് പബ്ലിക്. അതപ്പം ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലായിട്ട് ഒരു വീട് ഉണ്ടാക്കാനായിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ. അതാണല്ലോ നമ്മുടെ പാർട്ടിസിപ്പൻസിനും ഏറ്റവും മെച്ചമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാർട്ടിസിപ്പൻസ് പിന്നെയും നമ്മുടെ അടുത്തേക്ക് ഡിസൈൻ അങ്ങാടിയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. ഇത്തവണത്തെ ഡിസൈൻ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട്സൈഡ് കേരള സ്റ്റേറ്റിൽ നിന്ന്, നേരത്തെ നമുക്ക് കേരള സ്റ്റേറ്റിൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2 പേര് ഔട്ട്സൈഡ് കേരള സ്റ്റേറ്റിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ വന്നുള്ളൂ. ഇത്തവണ ഞങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 4-5 പീപ്പിൾ, 4-5 പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിലൊരാൾ 2 പേര് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇത്തവണ ആദ്യമായി ഒരു വിദേശ സാന്നിധ്യവും മേളയുടെ ആകർഷകമായി. അലുമിനിയത്തിൽ തീർത്ത മേൽക്കൂരകളുമായി അമേരിക്കൻ കമ്പനിയായ CST കവേഴ്സ് ആണ് കേരളത്തിൽ തങ്ങളുടെ സാന്നിധ്യം മേളയിലൂടെ അറിയിച്ചത്. We specialize by using aluminum components as a material of choice for clear span applications and space frame structure. We've been in business for over 35 years, creating dome structures historically using aluminum components, and therefore we carry that further on by developing space frame technology. So we're able to cover space with very light weight. Aluminum is about the third of the weight of steel is, and it doesn't rust and it doesn't corrode. So therefore we choose to use that material. കേരളത്തിൽ നിന്നും മികച്ച പ്രതികരണമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചതെന്നും സംസ്ഥാനത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയാണുള്ളതെന്നും ഗ്രേസ് ഫെററ്റി പറഞ്ഞു. I have been here now for 5 days and I've met many of the population here, a lot of architects and people from the design community. And we talked about using aluminum instead of steel for construction, and I think that we've received very favorable response. And I'm already talking to people in your community about projects that are on the boards in planning for the future.
ഈ മാസം 16, 17 തീയതികളിലായി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഡിസൈൻ അങ്ങാടി സംഘടിപ്പിച്ചത്. ഇന്നത്തെ സ്വപ്നക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. സ്വപ്നക്കൂടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, സ്വപ്നക്കൂട്, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം swapnakoodu@amrutatv.com. നിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.